ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ജമ്മുകശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള PM ജയ് സേഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ഭാവി കേരള വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകി മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം കണ്ണൂരിൽ. നാടിന്റെ വികസനത്തിന് കാർഷിക പുരോഗതി അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് ഷിഗല്ല ബാധ റിപ്പോർട്ട് ചെയ്ത മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും കർശനമാക്കി ആരോഗ്യവകുപ്പ്. കോവിഡ് കേസുകളിൽ ഉണ്ടാകുമെന്ന് കരുതിയത്ര വർധന ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വൈറസിന് ജനിതകമാറ്റം കണ്ടെത്തിയതിൽ പരിശോധന തുടരുമെന്നും ആരോഗ്യമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ്. ഓസ്ട്രേലിയ 195 റൺസിന് പുറത്ത്. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ജമ്മുകശ്മീർ നിവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സേഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് പരിപാടി നടക്കുന്നത്. ജമ്മുകശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും 5 ലക്ഷം രൂപ വരെ സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ സുരക്ഷ നൽകുക, മികച്ച നിലവാരമുള്ളതും താങ്ങാവുന്നതുമായ അവശ്യ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് സാർവത്രിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിന്റെ 72ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാളത്തിലുള്ള പരിഭാഷയും ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനം ഇന്ന് കണ്ണൂരിൽ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കേരള പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരിലെ പരിപാടി രാവിലെ ആരംഭിച്ചു. EK നായനാർ സ്മാരക അക്കാദമി ഹാളിലാണ് പരിപാടി നടക്കുന്നത്. ഭാവി കേരള വികസന പദ്ധതികൾക്ക് യോഗം രൂപം നൽകും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. മന്ത്രിമാരായ EP ജയരാജൻ, KK ശൈലജ, MLA മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ വിവിധ മേഖലയിലെ 150ഓളം പേർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നാടിന്റെ വികസനത്തിന് കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് മൂലം ഈ രംഗത്ത് പ്രതീക്ഷിച്ച വളർച്ചയിലെത്താനായില്ലെങ്കിലും വലിയ പുരോഗതിയാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വ്യാവസായിക രംഗത്ത് വലിയ മാറ്റമുണ്ടായി. വ്യവസായ സൗഹൃദ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് നഗരസഭാ പരിധിയിൽ 1 വയസ്സുള്ള കുട്ടിക്ക് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത മേഖലയിൽ ആദ്യഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതായും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. രോഗ ഉറവിടം സംബന്ധിച്ച് അറിയുന്നതിനായി പ്രദേശത്തെ കിണറുകളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിളുകൾ റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ച് ഫലം കാത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധന ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഉണ്ടാവുമെന്ന് കരുതിയത്ര വർധനയില്ലെന്നും മന്ത്രി KK ശൈലജ. കേരളത്തിലും വൈറസിന് ജനിതകമാറ്റം വരുന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമാകാനുണ്ട്. വിമാനത്താവളങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിച്ചു. ബ്രിട്ടനിൽ നിന്ന് വന്ന 8-ലധികം പേർക്ക് ബാധിച്ച വൈറസ് ജനിതകമാറ്റം സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കാൻ പൂനെയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജനിതകമാറ്റം സംഭവിച്ച വൈറസിനും നിലവിലെ വാക്സിൻ ഫലപ്രദമാണെന്നാണ് വിദഗ്ധരുടെ നിലപാട്. കേരളത്തിൽ മരണനിരക്ക് കൂടിയിട്ടില്ല. ഷിഗല്ല ഭീതി വേണ്ട, ശുചിത്വം പാലിക്കുക മാത്രമാണ് ചെറുക്കുന്നതിനുള്ള വഴിയെന്നും KK ശൈലജ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. വ്രതനിഷ്ഠയോടെ ഭക്തർ കാത്തിരുന്ന തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ഇന്ന് സന്നിധാനത്ത് നടന്നു. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ബിജി വർഗീസ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് രാവിലെ 11:40-നും ഉച്ചയ്ക്ക് 12:20-നും മധ്യേയുള്ള മീനം രാശി മുഹൂർത്തത്തിലാണ് ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ നടന്നത്. നെയ്യഭിഷേക ചടങ്ങുകൾക്ക് ശേഷം തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ആരതി ഒഴിഞ്ഞ് മണ്ഡലപൂജ നടന്നപ്പോൾ സന്നിധാനം ശരണം വിളികളാൽ ഭക്തസാന്ദ്രമായി. അത്താഴപൂജയ്ക്ക് ശേഷം 10 മണിക്ക് മണ്ഡല തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് വൈകിട്ട് നട വീണ്ടും തുറക്കും. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ മണ്ഡലപൂജയ്ക്ക് 5000 പേർക്ക് മാത്രമാണ് ദർശനാനുമതി ഉണ്ടായിരുന്നത്.
പാലക്കാട് തേൻകുറിശ്ശിയിൽ ഇരുമ്പ് വടികൊണ്ടുള്ള അടിയേറ്റ് യുവാവ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിന്റെ ഭാര്യയുടെ പിതാവിനെയും അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തേൻകുറിശ്ശി ഇലമന്തം സ്വദേശി അനീഷാണ് ഇന്നലെ മരിച്ചത്. പ്രഭുകുമാർ, സുരേഷ് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. പ്രണയത്തിലായിരുന്ന അനീഷും പ്രഭുകുമാറിന്റെ മകളും 3 മാസം മുൻപാണ് വിവാഹിതരായതെന്ന് പോലീസ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്നലെ 4506 പേർ കോവിഡ് മുക്തി നേടി. അതേസമയം 5397 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 16 കോവിഡ് മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു. 11.04% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 64,028 രോഗികളാണ് ഇപ്പോൾ കേരളത്തിൽ ആകെ ചികിത്സയിലുള്ളത്. കോവിഡ് ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിടുമ്പോഴും ജാഗ്രത കുറവ് വരുത്തരുതെന്ന് സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ ആകാശവാണിയോട്. വാക്സിൻ തയ്യാറായി വരുന്നു എന്ന് കേൾക്കുന്നു. എങ്കിലും നാം ഒരിക്കലും ജാഗ്രത കൈവിട്ടുകൂടാ. പതിവ് പോലെ മാസ്ക് ഉപയോഗിക്കുക, കൈ കഴുകുക, സാനിറ്റൈസർ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക. ഈ കാര്യങ്ങളിലുള്ള ശ്രദ്ധ നാം അതേപോലെ തുടരേണ്ടതുണ്ട്. പലപ്പോഴും കോവിഡ് വളരെ വ്യാപകമായി പടരുന്നത് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ആഘോഷങ്ങൾ, ഒത്തുചേരലുകൾ ഇവ കഴിയുന്നത്ര ഒഴിവാക്കുക. സാമൂഹികമായ അകലം അല്ലെങ്കിൽ ശാരീരികമായ അകലം പാലിക്കുക. ഈ കാര്യങ്ങളിലും ജനങ്ങൾ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.78%. നിലവിൽ 2,81,000-ത്തിലധികം പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. 1.45% കോവിഡ് മരണനിരക്ക്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 8 കോടി കടന്നു. 5,64,00,000-ലേറെ പേർ രോഗമുക്തരായി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 17,57,000 കടന്നു. 2,19,00,000-ലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ അന്തരിച്ച നാടക ചലച്ചിത്ര നടൻ അനിൽ നെടുമങ്ങാടിന്റെ മൃതദേഹം ഇന്ന് ജന്മനാടായ തിരുവനന്തപുരം തോട്ടുമുക്കിലെത്തിക്കും. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാകും മൃതദേഹം വീട്ടിലെത്തിക്കുക. തൊടുപുഴയിൽ ഷൂട്ടിങ്ങിനിടെ ഇടവേളയിൽ മലങ്കര അണക്കെട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അനിൽ നെടുമങ്ങാട് മുങ്ങി മരിച്ചത്. ഗവർണറുമായി സംസ്ഥാന ഗവൺമെന്റ് ഏറ്റുമുട്ടലിന് ഇല്ലെന്നും 31-ാം തീയതി നിയമസഭ ചേരുന്ന കാര്യത്തിൽ ആശങ്ക ഇല്ലെന്നും മന്ത്രി VS സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അഭിപ്രായ പ്രകടനം ഏറ്റുമുട്ടലായി കാണേണ്ടതില്ല. ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നത് ഭരണഘടനാപരമായാണെന്നും നിലവിലെ ചട്ടം അനുസരിച്ച് നയപ്രഖ്യാപന പ്രസംഗം വായിക്കേണ്ടത് ഗവർണറുടെ ചുമതലയാണെന്നും അദ്ദേഹം നിർവഹിക്കുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസീസ് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയ 195 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി ബുംറ 4-ഉം അശ്വിൻ 3-ഉം സിറാജ് 2 വിക്കറ്റുകൾ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 36 റൺസ് നേടിയിട്ടുണ്ട്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള PM ജയ് സേഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ഭാവി കേരള വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകി മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം കണ്ണൂരിൽ. നാടിന്റെ വികസനത്തിന് കാർഷിക പുരോഗതി അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് ഷിഗല്ല ബാധ റിപ്പോർട്ട് ചെയ്ത മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും കർശനമാക്കി ആരോഗ്യവകുപ്പ്. കോവിഡ് കേസുകളിൽ ഉണ്ടാവുമെന്ന് കരുതിയത്ര വർധനയുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വൈറസിന് ജനിതക മാറ്റം കണ്ടെത്തിയതിൽ പരിശോധന തുടരുമെന്നും ആരോഗ്യമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ 2ാം ക്രിക്കറ്റ് ടെസ്റ്റ് ഓസ്ട്രേലിയ 195 റൺസിന് പുറത്ത്. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR
news_tvm എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.